വാർഡ് IIK ബ്ലഡ് ബാങ്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ 6 ഡയാലിസിസ് മെഷീൻസ് ആശ്രാമത്തെ കുട്ടികൾക്കുള്ള ട്രാഫിക് പാർക്ക് എന്നിവ ഇതിൽ ചിലത് മാത്രമാണ്. ഈ മഹത്തരമായ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് 75 വർഷം പൂർത്തീകരിക്കുന്ന ഈ വർഷം ഏകദേശം 30 ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകൾ ഞങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം റൊട്ടേറിയൻ നവാസ് MI പ്രസിഡന്റായിരുന്ന സമയത്താണ്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് റൊട്ടേറിയൻ മേജർ ഡോണർ രാജീവ് കുമാർ പ്രസിഡന്റായ സമയത്താണ്. ഈ ഇപ്പോൾ കൊടുക്കുന്ന 150 വീൽ ചെയറുകൾ അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നതാണ്. ഇതോടൊപ്പം തിരുവനന്തപുരം RCC, കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റൽ, പാലിയേറ്റീവ് സെന്റർ എന്നീ സ്ഥാപനങ്ങൾക്കും ഈ വീൽ ചെയർ നമ്മൾ സൗജന്യമായി നൽകുന്നുണ്ട്. ഈ പ്രോഗ്രാമുമായി സഹകരിച്ചത് ഈ ലിംസും ഈ വീൽ ചെയർ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിച്ചത് ദ റോട്ടറി ഫൗണ്ടേഷൻ, UK-യിലുള്ള യുണൈറ്റഡ് കിങ്ഡമിലുള്ള റോട്ടറി ക്ലബ്സ്, പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 എന്നിവരാണ്. ഈ തിരക്കിനിടയിലും ഈ ചടങ്ങിൽ പങ്കെടുത്ത് വീൽ ചെയർ വിതരണോദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റ് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു റാണി മാഡത്തിനെ റോട്ടറി ക്ലബിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരാളുടെ പേര് കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് വളരെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതായത് ചങ്ങനാശ്ശേരിയിലുള്ള റൊട്ടേറിയൻ സ്കറിയ ജോസ് കാട്ടൂർ, അദ്ദേഹമാണ് ഈ പ്രോജക്റ്റ് ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ലബിൽ കൊണ്ടുവന്നത്. ഇതിനെപ്പറ്റി ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് റിച്ചർഡ് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു റൊട്ടേറിയനും അദ്ദേഹത്തെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. റോട്ടറി ഫൗണ്ടേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാൻഡ് കൃത്രിമകാലനും വീൽ ചെയറുമായിട്ട് കൊടുക്കുന്നത്. അത് സാധിച്ചെടുത്തതിൽ സ്കറിയ ജോസ് കാട്ടൂർ, റിച്ചർഡ് ഗ്രീൻ, പിന്നെ പ്രസിഡന്റ് നാരായൺ, ഹോസ് കമ്മിറ്റി സക്കറിയ, ശിരീഷ്, രാജീവ്, ഇവരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. ഇവർക്കെല്ലാം പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഒട്ടേറെ സഹായങ്ങൾ ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകും. ഞാൻ ഇടയ്ക്ക് ഒരു റോട്ടറിയുടെ പരിപാടിക്ക് വന്നപ്പോൾ അതിൽ തന്നെ 10 വനിതകൾക്ക് ആട്ടോ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ജീവിത മാർഗം പോലെ ആ സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ലതുപോലെ ഒരു കുടുംബം നോക്കി മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 30 ലക്ഷത്തിന് മേൽ തുക കൊടുത്തുകൊണ്ട് കാല് ഇല്ലാത്ത ആൾക്കാർക്ക് പകരം ഫിറ്റ് ചെയ്യാനുള്ള കാലുകൾ ഉൾപ്പെടെ വെയ്പ്പുകാലുൾപ്പെടെ ചെയ്തു കൊടുക്കുവാൻ ഈ റോട്ടറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ കാലൊന്നും വെച്ച് പിടിപ്പിക്കുവാൻ ഉള്ള പണമോ സ്വാധീനമോ ഇല്ലാത്ത നിരവധിയായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഒരു കാല് കൊടുത്തുകൊണ്ട് സഹായിക്കുമ്പോൾ നേരെ ചൊവ്വേ അവർക്കൊന്നുമില്ലെങ്കിലും നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ, മറ്റ് ജോലിയിൽ ഏർപ്പെടുവാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് നിങ്ങളെപ്പോലെയുള്ള റോട്ടറികൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒട്ടേറെ സേവനമാണ് ആ മേഖലയിൽ നമുക്ക് കാണിക്കുവാൻ കഴിയും. അതുപോലെ ഇന്നും തളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത കാലുകളിലും കൈകളും ഒന്നും സ്വാധീനമില്ലാതെ എഴുന്നേറ്റ് പോലും പോകാൻ പറ്റാത്ത നിരവധി ആൾക്കാരെ ഒന്ന് നൂത്തിരുത്തുവാൻ, അവർക്ക് പുറത്തൊക്കെ ഒന്ന് 4 ചുറ്റും ആൾക്കാരെയൊക്കെ ഒന്ന് കാണുവാനും എടുക്കുവാനും ഒക്കെ പോകുവാൻ പറ്റാവുന്ന തരത്തിലുള്ള വീൽ ചെയറാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. ഞാനിപ്പോഴും ആലോചിക്കുന്നു, പലരും വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ പറയും ഞങ്ങൾക്കൊരു വീൽ ചെയർ കിട്ടിയാൽ നല്ലതാണ്. പലപ്പോഴും മഞ്ചാലമൂട് റോട്ടറി അതുപോലെ മറ്റ് ഇതൊക്കെ കൊടുക്കുവാൻ പറ്റാവുന്ന ചില ആൾക്കാർ നമ്മുടെ ഈ ഭാഗങ്ങളിൽ കൊല്ലം ജില്ലയിൽ തന്നെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് നമ്മുടെ അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ അവരും നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളിലൊക്കെ അപേക്ഷകൾ കൊടുപ്പിച്ച് മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
പക്ഷെ റോട്ടറി പോലെയുള്ള ഈ പ്രസ്ഥാനം ഒന്നുമില്ലെങ്കിലും 10-29 ലക്ഷം രൂപ ഇതിനു വേണ്ടിയും മാറ്റിവെച്ചുകൊണ്ട് ഒട്ടേറെ ആൾക്കാർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുവാൻ തക്ക രീതിയിൽ ഇത്തരത്തിലുള്ള വീൽ ചെയർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരു മാതൃക കാട്ടുവാൻ മുന്നോട്ട് വന്നത് നമ്മുടെ ഈ റോട്ടറി ഓഫ് കൊയിലൂരിനാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ പരിശോധിക്കുമ്പോൾ സ്കൂളുകളിൽ തന്നെ നമുക്കറിയാം ബാത്റൂം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുവാനുള്ള സംവിധാനം, മറ്റു ചില കാര്യങ്ങൾ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ റോട്ടറി എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊയിലോൺ റോട്ടറി ഒട്ടേറെ വർഷങ്ങളുടെ പാരമ്പര്യവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇന്നും ആ റോട്ടറി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ ആദ്യകാലം മുതലുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പലരെയും ഈ റോട്ടറി ക്ലബ്ബിൽ അംഗമായ പലരെയും എനിക്കും പരിചയമുള്ളതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള റോട്ടറി പ്രസ്ഥാനം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു പ്രവർത്തനം നാം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ റോട്ടറി എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ നമുക്കറിയാം സാമ്പത്തികമൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരായിരുന്നു ആ റോട്ടറിയുടെ 4 ചുറ്റും ഉണ്ടായിരുന്നത്. അവരായിരുന്നു അതിൻ്റെ ഭാരവാഹികളും എല്ലാമായി മുന്നോട്ട് വരുന്നത്. ഇന്നും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ സാമൂഹ്യ സേവനം ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ റോട്ടറികളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആരുമില്ലാത്ത സ്വാതന്ത്ര്യം ഒരു കാലഘട്ടത്തിൽ കിട്ടേണ്ടുന്ന നമ്മുടെയൊക്കെ വീടുകളിലെ രക്ഷകർത്താക്കൾ ഒട്ടേറെ പ്രായം ചെന്നവർ പലരെയും ഇന്ന് നമുക്കറിയാം എല്ലാവരും നോക്കുന്ന ചില സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥ. നമ്മുടെ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ട്. 10,000-ഓളം ആരുമില്ലാത്ത, ആരുമുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാത്ത ഒട്ടേറെ ആൾക്കാരെ അവിടെ വന്ന് താമസിക്കുന്നത് നാം കണ്ടതാണ്. അവർക്കൊക്കെ വേണ്ടുന്ന ആഹാരങ്ങളൊക്കെ കൊടുക്കുവാൻ, അവരെയൊക്കെ സംരക്ഷിക്കുവാൻ പറ്റാവുന്ന തരം